ഈ ആശുപത്രിയുടെ പരിസരത്ത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യക്തിപരമായ ലാഭം കൊയ്തെടുക്കുന്ന ഒരു പ്രത്യേക സംഘം ഈ ആശുപത്രിയുടെ പരിസരത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് നമ്മൾ കേട്ടു തുടങ്ങിയത് ഉത്തരേന്ത്യയിൽ നിന്നാണ്. യുപിയിലും ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും പച്ച മനുഷ്യരെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തല്ലിക്കൊല്ലുക, അതിൻ്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ വൈറലാക്കുക, ഇത്തരം ദൃശ്യങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. മതേതരവാദികളൊക്കെ ഇതിനെതിരെ ശക്തമായി നിന്നു. ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് സംഘപരിവാരാണ്. ദാ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും സമാനമായ ആൾക്കൂട്ട ആക്രമണ കൊലപാതകമുണ്ടായിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന അരും കൊലപാതകം. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആരോപണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത് എന്ന് ചില ആളുകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ വസ്തുതാപരമായി ഞങ്ങൾക്ക് ലഭിച്ച ഒരു തെളിവ് എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. അതായത് ഈ പറയുന്ന ആളിനെതിരെ കൊല്ലപ്പെട്ട ചമനാട് സ്വദേശിയായിട്ടുള്ള റഫീഖിനെ അതിക്രൂരമായി പിച്ച് ചീന്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ തല്ലുന്ന ദൃശ്യമാണ് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ നടന്നു എന്നുള്ളതാണ്. പട്ടാപ്പകൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൃത്യം ചെയ്യാൻ ഇവരെങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പോലീസ് FIRൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നത് വലിയ വിവാദമായിരിക്കുകയാണ്. ആൾക്കൂട്ടം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും നിയമപാലകരുടെ ഇടപെടൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നും ആരോപണമുയരുന്നു. സംഘപരിവാർ പ്രവർത്തകർക്ക് റഫീഖിന്റെ കൊലപാതകത്തിൽ ബന്ധമുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംഭവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അതായത് കാസർഗോഡ് നഗരപ്രദേശത്തുള്ള സൺറൈസസ് ആശുപത്രിയിൽ നിന്ന്. ഇവിടെ നിന്നാണ് ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് ഈ സംഭവം വഴിവെച്ചത്. ഇതിനകത്ത് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു വ്യക്തത വരുത്താൻ ആർക്കും സാധിക്കുന്നുമില്ല. അതിൻ്റെ വ്യക്തത ചോദിച്ച് പലരുടെയും അടുക്കൽ ചെന്നപ്പോൾ ആരും പ്രതികരിക്കാനും തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏകദേശം യുപിയിലും ഉത്തരേന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നടക്കുന്ന ആൾക്കൂട്ടാക്രമണത്തിൻ്റെ പച്ചയായ മുഖം തന്നെയാണ് ഇന്ന് കാസർഗോഡ് നഗരത്തിൽ സംഭവിച്ചത്. ചമനാട് സ്വദേശിയായിട്ടുള്ള റഫീഖിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് വസ്തുതാപരമായി നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ആശുപത്രിയുടെ പരിസരത്ത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യക്തിപരമായ ലാഭം കൊയ്തെടുക്കുന്ന ഒരു പ്രത്യേക സംഘം ഈ ആശുപത്രിയുടെ പരിസരത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതായത് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അതിൽ ചെന്ന് കയറി ഇടപെട്ട് വ്യക്തിപരമായ ലാഭമുണ്ടാക്കുന്ന സംഘം എന്ന് ചുരുക്കം. ആ സംഘത്തിന് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോഴും പറയുന്നു, റഫീഖിനെതിരെയുള്ളത്, കൊല്ലപ്പെട്ട റഫീഖിനെതിരെയുള്ളത് ആരോപണം മാത്രമാണ്. വസ്തുതാപരമായി അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആക്രമണം നടന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.